വാട്ട് ആർ ദ പ്രോഡക്ട്സ് ഓഫ് ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് SSLC കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഇലക്ട്രോളിസിസ് എന്ന ടോപ്പിക്കിനെക്കുറിച്ചാണ്. എന്താണ് ഈ ഇലക്ട്രോളിസിസ് എന്ന് ലളിതമായി പറഞ്ഞുതരാം. ഒരു ഇലക്ട്രോലൈറ്റിലൂടെ ഇലക്ട്രിസിറ്റി കടന്നുപോകുമ്പോൾ അതിൽ കെമിക്കൽ ചേഞ്ചസ് സംഭവിക്കുന്നതിനെയാണ് ഇലക്ട്രോളിസിസ് എന്ന് വിളിക്കുന്നത്. ലിക്വിഡ് സ്റ്റേറ്റിലോ ആക്വസ് സൊല്യൂഷനിലോ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസുകളെയാണ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. ആസിഡുകളും ആൽക്കലികളും സോൾട്ടുകളുമെല്ലാം നല്ല ഇലക്ട്രോലൈറ്റ്സ് ആണ്. ഇനി നമുക്കൊരു ഇലക്ട്രോലിറ്റിക് സെൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൽ പോസിറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രോഡിനെ ആനോഡ് എന്ന് വിളിക്കുന്നു. നെഗറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രോഡാണ് കാഥോഡ്. ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷൻ എന്ന പ്രക്രിയയാണ് നടക്കുന്നത്, എന്നാൽ കാഥോഡിൽ നടക്കുന്നത് റിഡക്ഷനാണ്. നമുക്ക് മോൾട്ടൺ സോഡിയം ക്ലോറൈഡിന്റെ ഇലക്ട്രോളിസിസ് ഒന്ന് എക്സാമിൻ ചെയ്യാം. ഇവിടെ ആനോഡിൽ ക്ലോറിൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നത് കാണാം. അതേസമയം കാഥോഡിൽ സിൽവറി നിറത്തിലുള്ള സോഡിയം വെറ്റൽ ഫോം ചെയ്യുന്നു. ഇത് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുള്ള ഒരു പ്രധാന ഭാഗമാണ്. ഇനി നമുക്ക് ഇലക്ട്രോളിസിസിന്റെ പ്രധാന ആപ്ലിക്കേഷനുകളിലേക്ക് കടക്കാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഒരു മെറ്റലിനു മുകളിൽ മറ്റൊരു മെറ്റലിന്റെ കോട്ടിംഗ് നൽകുന്ന പ്രക്രിയയാണിത്. ഇത് മെറ്റലുകളുടെ ഭംഗി കൂട്ടാനും തുരുമ്പിക്കുന്നത് തടയാനും സഹായിക്കുന്നു. ഇതിനായി ഏത് ഒബ്ജക്റ്റിനെയാണോ പ്ലേറ്റ് ചെയ്യേണ്ടത് അതിനെ എപ്പോഴും കാഥോഡുമായി കണക്ട് ചെയ്യണം. പ്ലേറ്റിംഗിന് ഉപയോഗിക്കുന്ന മെറ്റലിനെ ആനോഡുമായി കണക്ട് ചെയ്യണം. ആ മെറ്റലിന്റെ തന്നെ സോൾട്ട് സൊല്യൂഷൻ വേണം ഇലക്ട്രോലൈറ്റായി ഉപയോഗിക്കാൻ. ഉദാഹരണത്തിന് സിൽവർ പ്ലേറ്റിംഗിന് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഉപയോഗിക്കാം. അലൂമിനിയം, സോഡിയം തുടങ്ങിയ മെറ്റലുകളുടെ പ്രൊഡക്ഷനും ഈ മെത്തേഡ് വഴിയാണ്. കൂടാതെ ഓക്സിജൻ, ഹൈഡ്രജൻ തുടങ്ങിയ നോൺ മെറ്റലുകൾ നിർമ്മിക്കാനും ഇത് ഉപയോഗിക്കുന്നു. സോഡിയം ഹൈഡ്രോക്സൈഡ് പോലെയുള്ള കോമ്പൗണ്ടുകൾ ഉണ്ടാക്കാനും ഇലക്ട്രോളിസിസ് അത്യാവശ്യമാണ്. ഗ്രാഫൈറ്റ് റോഡുകൾ സാധാരണയായി ഇതിൽ ഇലക്ട്രോഡുകളായി ഉപയോഗിക്കാറുണ്ട്. അടുത്തതായി ഏത് ടോപ്പിക്കിന്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക.